നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒരു രാത്രിയും കൂടി പിന്നിട്ടാൽ വോട്ടെടുപ്പാണ്. മാസങ്ങളായി മത്സരത്തിന്റെ ചൂടും ചൂരും നേരിട്ട മലയാളക്കര ഇനി ശക്തമാവുകയാണ്. നിശബ്ദമായ വോട്ടുപിടുത്തമാണ് ഇനിയുള്ളത്. എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു ഇത്രയും ദിവസം നടന്നത്. വാദപ്രതിവാദങ്ങൾ, അവകാശവാദങ്ങൾ, വെല്ലുവിളികൾ, എല്ലാത്തിനും അന്ത്യമാകുമ്പോൾ എന്തൊരാശ്വാസം. ഇതിനിടയിൽ വന്നുപെട്ട ഒരു ഉപഗ്ര സ്ഫോടനമുണ്ട് പാനൂരിൽ. അതിലൊരു ചെറുപ്പക്കാരന്റെ ദാരുണമായ അന്ത്യം. 2-3 സഹാക്കളുടെ കൈപ്പത്തി പോയി. 10-14 പേർ പിടിയിലുമായി. ഈ സ്ഫോടനം ഒറ്റപ്പെട്ട സംഭവമല്ല. നിരവധി സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. തലശ്ശേരിയിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ 2 പേർ കൊല്ലപ്പെട്ടത് സംബന്ധിച്ച അന്വേഷണം നടക്കവേ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് സഖാക്കളുടെ സമരം. ഉദ്ഘാടനം ചെയ്തതോ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോംബ് ഉണ്ടാക്കും എന്ന്. ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ ബോംബിന്റെ രാഷ്ട്രീയവുമായി പാർട്ടിക്കാര് ബന്ധവുമില്ലെന്ന് തള്ളിപ്പറയുകയും ചെയ്തു. ഇനി ഒരു പക്ഷേ വോട്ടെടുപ്പും കോലാഹലവും കഴിഞ്ഞാൽ മാറി മറിഞ്ഞേക്കാം. അഭിപ്രായങ്ങളൊന്നും ഇരുമ്പ് കല്ലുകളല്ലല്ലോ. വടകരയിൽ നിന്നും തന്നെയാണ് പിന്നത്തെ വിവാദം. CPM-ലെ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായി സൈബർ ആക്രമണം നടത്തി എന്നാണ് ആക്ഷേപം. ഞാനങ്ങനെ നടത്തിയിട്ടേയില്ല എന്ന് UDF സ്ഥാനാർത്ഥിയും പറയുന്നു. ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുപിടിക്കാൻ മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയും വനിതാ സ്ഥാനാർത്ഥിയും ഒരു ഭാഗത്ത്, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും UDF സ്ഥാനാർത്ഥിയും മറുഭാഗത്ത്. ആകെ കൂടി തിരഞ്ഞെടുപ്പ് മാമാങ്കം കൊളമായി. പരസ്പരം കൊടുത്ത കേസുകളുടെ അന്ത്യം എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ ചർച്ചയായതാണ് കേരള സ്റ്റോറി എന്ന സിനിമ. ഈ സിനിമയ്ക്കെതിരെ ഇടതു വലതും ഒരേപോലെ വിമർശനവുമായി രംഗത്ത് വന്നു. കേരളത്തിൽ ഇങ്ങനെ ഒരു കഥയേ ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ്. എന്നാൽ തികച്ചും സത്യസന്ധമായ കഥയാണിത്. സിനിമ കണ്ടവരെല്ലാം തുറന്നു സമ്മതിച്ചു. ചില കത്തോലിക്ക രൂപതകൾ ഈ സിനിമ പ്രദർശിപ്പിക്കാനും തയ്യാറായി. അടുത്ത വാർത്ത വയനാട്ടിൽ നിന്നുമായിരുന്നു. രാഹുലിന്റെ റാലിയിൽ പാകിസ്ഥാൻ കൊടികളുമെന്ന പ്രചരണം വലിയ ക്ഷീണം ഉണ്ടാക്കിയതാവണം ഇത്തവണ ലീഗിന്റെ കൊടി വേണ്ട എന്ന നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഞങ്ങളുടെ വോട്ട് വേണം, പക്ഷേ കൊടി പറ്റില്ല എന്ന ന്യായം നടക്കില്ല എന്ന് മുസ്ലിം ലീഗും പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്കാരുടെയും കൊടിയല്ലാതെ റോഡ് ഷോ നടത്താമെന്ന് ധാരണയുണ്ടാക്കി. ലീഗിന്റെ വോട്ട് കിട്ടാൻ കൊടിയല്ല എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് കോൺഗ്രസ് ദയനീയ ചിത്രമാണ് വയനാട്ടിൽ കണ്ടത്. കാതിലോല പൊന്നോല കാണാൻ ചെന്നപ്പോൾ തെങ്ങോല എന്ന ചൊല്ലുമായി കാസർഗോഡ് BJP സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ആരോപണവുമായി രംഗത്ത് വന്നു. ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും തീർപ്പ് കൽപ്പിച്ചപ്പോൾ അയ്യടാ എന്ന അവസ്ഥയായി. BJP സ്ഥാനാർത്ഥിക്ക് ചെയ്യാത്ത വോട്ട് കിട്ടി എന്നായിരുന്നു ആരോപണം. അത് കയ്യോടെ പൊളിച്ചു കൊടുത്തു അധികാര കേന്ദ്രങ്ങൾ. കാസർഗോഡ് മണ്ഡലത്തിൽ നടന്ന മോക്ക് പോളിംഗിലായിരുന്നു സംഭവം നടന്നത്. ഈ കോലാഹലങ്ങൾക്കിടയിലാണ് തൃശൂർ പൂരം പോലും കലക്കാൻ ശ്രമം നടത്തിയത്. BJP സ്ഥാനാർത്ഥി ആശുപത്രി കിടക്കയിൽ നിന്നും ആംബുലൻസിലെത്തി പ്രശ്നങ്ങളിൽ ഇടപെട്ടു. വൈകിയാണെങ്കിലും ചടങ്ങുകൾ നടന്നു. സ്ഥലത്ത് റവന്യൂ മന്ത്രിയോ MPയോ MLAയോ സ്ഥലത്തെങ്ങും കണ്ടതുമില്ല. UDF സ്ഥാനാർത്ഥിയുടെ വക കമന്റും വന്നു. BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തിരിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ നാടകമാണെന്നതായിരുന്നു മുരളീധരന്റെ കണ്ടെത്തൽ. കല്ലെടുക്കുന്ന കൊടുങ്കാറ്റാണ്. അതിൽ കരിയിലയുടെ കഥ പറയാനുണ്ടോ എന്ന ശങ്കയിലാണ് സ്ഥാനാർത്ഥി. രാഹുലിന്റെ പേരിനൊപ്പം ഗാന്ധി എന്ന് വെക്കുന്നതാണ് PV അൻവറിന് സംശയമുണ്ടാക്കിയത്. ഇയാളുടെ DNA നോക്കണമെന്ന ആവശ്യമാണ് ഒടുവിൽ രംഗം കൊഴുപ്പിച്ചത്. കൂട്ടത്തിൽ ദല്ലാളിന്റെ ആരോപണവും.